നമുക്ക് കാണാം. ഇപ്പോൾ എൻ്റെ പുറകിൽ കാണുന്നത് ഇവിടെ ഒരു ക്ഷേത്രമുണ്ടായിരുന്നു. ആ ക്ഷേത്രത്തിന്റെ ശേഷിപ്പുകൾ മാത്രമാണ്. ഇങ്ങനെ ഇവിടെ മുൻപുണ്ടായിരുന്ന ഈ ചൂരൽമല പുഴ ഒഴികെ അതിന്റെ ബാക്കി ഭാഗങ്ങളൊക്കെ തന്നെ ഇപ്പോൾ വെറും ഒരു അവശിഷ്ടമായി ശേഷിപ്പുകളായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോഴും ഇവിടെ തിരച്ചിൽ നടക്കുന്നുണ്ട്. അനുജ, റീജിത്ത്, അതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ഈ തിരച്ചിലിനെ കുറിച്ച് പറയാനുള്ളത്, ഈ മേഖലകളിൽ പ്രത്യേകിച്ച് ചൂരൽമല പ്രദേശത്ത് ഇപ്പോൾ നടക്കുന്ന തിരച്ചിൽ എന്ന് പറയാം. അതേപോലെ തന്നെ ഒരു പാർഷ്യൽ റെസ്റ്റോറേഷൻ എന്ന് പറയാം. കാരണം ഇവിടെ ഈ മണൽ കൂട്ടിയിട്ടിരിക്കുന്ന മേഖലകളിലൊക്കെ തന്നെ അവിടെ എക്സ്കവേറ്റേഴ്സ് വന്ന് ഈ മണ്ണ് മാറ്റുകയാണ്. അതിനോടൊപ്പം തിരച്ചിലും നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ ആകെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്ന ഈ പ്രദേശങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുകയും അതിനൊരു ഓർഡർ ഉണ്ടാക്കുകയും ചെയ്യുന്നു എന്നുള്ളത് കൂടിയാണ് ഇപ്പോൾ നടക്കുന്നത്. നമ്മൾ നേരത്തെ ഈ ബെയിലി പാലത്തിന് താഴെയുള്ള ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. അവിടെ ഈ പുഴയുടെ ഒഴുക്കിനെ തന്നെ തടസ്സപ്പെടുത്തി കിടക്കുന്ന വലിയ ഉരുളൻ കല്ലുകളുണ്ട്. ആ കല്ലുകളൊക്കെ ഈ മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ച്, എക്സ്കവേറ്റർ ഉപയോഗിച്ച് അവിടെ നിന്ന് നീക്കുകയാണ്. അപ്പോൾ പുഴയെ കുറച്ചുകൂടി വീതി ഉള്ളതാക്കുക, അതിനെ കുറച്ചുകൂടി വൈഡൻ ചെയ്യുക എന്നതാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിവിടെ പറയാം, ഒരു ഭാഗത്ത് ചൂരൽമലയിലെ മുഴുവൻ ഭാഗങ്ങൾ നോക്കുമ്പോൾ ഒരു ഭാഗത്ത് തിരച്ചിൽ നടക്കുന്നുണ്ട്. അതേസമയം തന്നെ പ്രധാനമായും ഇവിടെ ഒരു റെസ്റ്റോറേഷൻ എന്ന നിലയിൽ, അതായത് ഇതിനെയൊക്കെ പുനഃസ്ഥാപിക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ കൂടിയാണ് നടക്കുന്നത്. ഇവിടെ ആകെ ഈ ഭൂപ്രകൃതി ആകെ തന്നെ ഒരു കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്ന അവസ്ഥയാണ്. അതുകൊണ്ട് ഇവിടെ ഒരു ഓർഡർ ഉണ്ടാക്കുക എന്നതാണ് സത്യത്തിൽ ഇപ്പോൾ ഇവിടെ നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രവർത്തനം. യന്ത്രസാമഗ്രികളുടെ സഹായത്തോടുകൂടി അത് നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ തിരച്ചിൽ എന്നത് ഭാഗികമായി നടക്കുന്നു എന്ന് വേണം ചൂരൽമലയെ കുറിച്ച് പറയാൻ. പക്ഷേ മുണ്ടക്കൈയിലും അതുപോലെ തന്നെ പുഞ്ചിരിമട്ടത്തുമൊക്കെ അതേപോലെ ചാലിയാറിന്റെ കൈവഴികളിലുമൊക്കെ ഇന്നലത്തേതുപോലെ തന്നെ മൃതദേഹ അവശിഷ്ടങ്ങളും ഒക്കെ കണ്ടെത്താൻ കഴിയുമോ എന്നൊക്കെയുള്ള തിരച്ചിൽ നടക്കുന്നുണ്ട്. നമുക്ക് ഇപ്പോഴും ഈ നദിയുടെ ഭാഗത്ത്, ഞാൻ നേരത്തെ പറഞ്ഞ ചൂരൽമല പുഴയുടെ ഭാഗത്ത് ഇപ്പോഴും അവിടെ ഈ മണ്ണുമാന്തി യന്ത്രങ്ങളെ കാണാം. അവർ ആ ഉരുളൻ കല്ലുകളൊക്കെ അവിടെ നിന്ന് നീക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇന്നത്തെ തിരച്ചിലിലും കാര്യമായ പുരോഗതി ഒന്നും ചൂരൽമലയിൽ ഉണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ഇന്നലെ ഒരു അത്യാധുനിക സാങ്കേതിക സൗകര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുള്ള തിരച്ചിലായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത്. ആ തിരച്ചിലിന് ശേഷം ഇപ്പോൾ അവിടെ 20 പോയിന്റുകൾ ഇന്നലെ കണ്ടെത്തിയിരുന്നു. ആ 20 പോയിന്റുകളുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് പിന്നീട് അതിൽ വലിയ അപ്ഡേറ്റ്സ് ഒന്നും വന്നിട്ടില്ല. ഏതായാലും 5-6 പോയിന്റുകളായി ഒന്നുകൂടി അതിനെ ചുരുക്കി ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകൾ കേന്ദ്രീകരിച്ച് ഇന്ന് പരിശോധന നടത്തും എന്നാണ് റിട്ടയർഡ് മേജർ ജനറൽ എം ഇന്ദ്രപാലൻ ഇന്നലെ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ആ പോയിന്റുകളിൽ ഡോഗ് സ്ക്വാഡിനെ കൊണ്ടുവന്നിട്ട്, ആ സ്നിഫർ ഡോഗ്സിനെ കൊണ്ടുവന്നിട്ടായിരിക്കും ഇവിടെ പരിശോധന നടത്തുക. കാരണം അവിടെ മൃതദേഹ അവശിഷ്ടങ്ങളോ കണ്ടെത്താൻ കഴിയുന്ന സാഹചര്യമാണെങ്കിൽ അവിടെ പിന്നീട് കുഴിച്ചു നോക്കാമെന്നുള്ളതാണ്. ആ നിലയ്ക്കുള്ള പരിശോധനയും തിരച്ചിലുമാണ് ഇവിടെ ചൂരൽമലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അനുജ, റീജിത്ത്, മുണ്ടക്കൈയിലും അതുപോലെ തന്നെ പുഞ്ചിരിമട്ടത്തും ഒക്കെ സമാനമായ രീതിയിലുള്ള തിരച്ചിലുകൾ നടക്കുന്നുണ്ട്. സേന നേതൃത്വം കൊടുക്കുന്ന ദൗത്യ സേനയുടെ സംഘത്തിന്റെ മാത്രമല്ല, സന്നദ്ധ പ്രവർത്തകരായി എത്തി നിൽക്കുന്ന വിവിധ യുവജന സംഘടനകളിലെ ചെറുപ്പക്കാരെല്ലാം കൂടി ചേർന്ന് അവർ എല്ലായിടങ്ങളിലും തിരച്ചിൽ നടത്തുന്നുണ്ട്. ഈ തിരച്ചിലൊക്കെ ഏകോപിപ്പിക്കുന്നത് ജില്ലാ ഭരണകൂടമാണ്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ കോർഡിനേറ്റർ ഉണ്ട്. ആ കോർഡിനേറ്ററെ വന്ന് കണ്ടാണ് ആ കോർഡിനേറ്റർ പറയുന്ന അനുസരിച്ചിട്ടാണ് അവർ ഓരോ മേഖലകൾ തിരിച്ച് തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 180 പേരെ കുറിച്ചുള്ള വിവരങ്ങളാണ് അറിയാനുള്ളത് ഔദ്യോഗികമായി. അതിനകത്ത് അനുജ, ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ 180 എന്നത് ഔദ്യോഗികമായ ഒരു കണക്ക് മാത്രമാണ്. നമുക്കറിയാം മേപ്പാടി പഞ്ചായത്തിലെ 10, 11, 12 വാർഡുകളിലെയാണ് ദുരന്തം ബാധിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പ്രദേശത്ത് പല നിർമ്മാണ പ്രവർത്തനങ്ങളും നടക്കുന്ന ഇടമായിരുന്നു. അതുകൊണ്ട് ഇതര സംസ്ഥാന തൊഴിലാളികൾ ധാരാളം ഈ മേഖലകളിൽ ഉണ്ടായിരുന്നു. അവരിൽ ആരൊക്കെ തന്നെ ഈ ദുരന്തത്തിൽ അകപ്പെട്ടിട്ടുണ്ട് എന്നത് സംബന്ധിച്ചിട്ടുള്ള കൃത്യമായ ഒരു വിവരമോ കണക്കോ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അവരെക്കുറിച്ച് അല്ലെങ്കിൽ ഈ കാണാതായവരുടെ കണക്ക് പറയുമ്പോൾ, അല്ലെങ്കിൽ മരണസംഖ്യയെക്കുറിച്ച് പറയുമ്പോൾ ഇതിനകത്ത് ഇതര സംസ്ഥാന തൊഴിലാളികളൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നത് സംബന്ധിച്ചൊരു വ്യക്തതയില്ല. സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് സർക്കാരിന് മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി, അത് ധനസഹായം പ്രഖ്യാപിക്കുന്ന കാര്യമാണെങ്കിലും അല്ലെങ്കിൽ പുനർനവീകരണത്തിന്റെ ഭാഗമായി പ്രഖ്യാപിക്കപ്പെടുന്ന പദ്ധതികളിൽ ഉൾപ്പെടുത്തുന്ന കാര്യമായാലും കൃത്യമായ ഒരു കണക്ക് റവന്യൂ വകുപ്പിനെ സംബന്ധിച്ച് ആവശ്യമാണ്. ഈ ദുരന്തം ഒരുപക്ഷെ ഏറ്റവും വലിയ പ്രതിസന്ധി സർക്കാരിന് ഈ സഹായം നൽകുന്ന കാര്യത്തിൽ ഉണ്ടാക്കുന്നത് ഈ കണക്കുകൾ കൃത്യമാകുന്നില്ല എന്നതാണ്. അത് ആരുടെയും കുഴപ്പമല്ല. കാരണം അതിൽ കണക്ക് ക്രോഡീകരിക്കാനും അത് കൃത്യമാക്കാനുമുള്ള ശ്രമം പഞ്ചായത്ത് തലത്തിൽ തന്നെ നടക്കുന്നുണ്ട്. അത് ആശാ വർക്കർമാരെയും അതുപോലെ തന്നെ സന്നദ്ധ പ്രവർത്തകരെയും ഒക്കെ വെച്ച് കൃത്യമായി ഒരു കണക്കുണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ആ കണക്ക് പൂർണ്ണമാകുമ്പോൾ മാത്രമായിരിക്കും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ കുറെ കൂടി ഊർജിതമായി സർക്കാരിന് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. ഇവിടെ ഈ ദുരന്തത്തിൽ നിന്ന് തലനാരിഴക്കി രക്ഷപ്പെട്ട ധാരാളം ആളുകളുണ്ട്. അവരൊക്കെ തന്നെ ആ അർദ്ധരാത്രി എന്ത് ചെയ്യണമെന്നറിയാതെ രക്ഷ തേടി ഓരോ പ്രദേശങ്ങളിലേക്ക് ഓടിക്കയറിയവരും മലമുകളിൽ കയറിയവരും അതുപോലെ തന്നെ ചില ഈ ദുരന്തം ബാക്കി വെച്ച ചില വീടുകളിൽ കയറി അഭയം പ്രാപിച്ചവരുമൊക്കെയാണ്. അവർ ഇപ്പോഴും ഞെട്ടലോടെ പറയുന്നത് ആ ദുരന്ത സമയത്ത് അവർ കണ്ട കാഴ്ചയായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്നിപ്പോൾ പലരും
ഇപ്പോൾ പറഞ്ഞത് ഇവിടെ ഇപ്പോൾ തിരച്ചിലുണ്ട്, സേനയുണ്ട്, മാധ്യമപ്രവർത്തകരുണ്ട്, ആളുകൾ കൂട്ടമായി എത്തുന്നുണ്ട്. ഇത് 4-5 ദിവസം കൂടി കാണും. അത് കഴിഞ്ഞാൽ ഇപ്പോൾ ഞങ്ങളുടെ ഇന്ന ആളുകൾ മരിച്ചുപോയി, ഞങ്ങൾക്ക് ഇത്ര ആളുകൾ നഷ്ടപ്പെട്ടു, എന്റെ കുടുംബത്തിലെ 14 പേർ നഷ്ടപ്പെട്ടു എന്നൊക്കെ ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ ധൈര്യത്തോടെ എന്ന് നമ്മൾ കരുതുന്നു. അങ്ങനെ പറയുന്ന ആളുകളിൽ പലരും അതോടുകൂടി കൊളാപ്സ് ചെയ്യപ്പെടും. കാരണം അത്രയും കനത്ത മാനസിക ആഘാതമാണ് ഈ ദുരന്തം അവരിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. നമുക്കറിയാം, ഒരു കുടുംബം ശിഥിലമായി പോയവരുണ്ട്, ഒരാൾ മാത്രം അവശേഷിച്ച കുടുംബമുണ്ട്, ഒരു കുടുംബത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആ കുടുംബനാഥനെ നഷ്ടപ്പെട്ട ആളുകളുണ്ട്, എല്ലാം ഉപജീവന മാർഗം നഷ്ടപ്പെട്ടവരുണ്ട്. അപ്പോൾ അവരെയൊക്കെ സംബന്ധിച്ച് ഈ നഷ്ടം എങ്ങനെ നികത്തും, എങ്ങനെയാണ് ജീവിതത്തിലേക്ക് വീണ്ടും പ്രതീക്ഷയോടുകൂടി തിരിച്ചു വരാൻ കഴിയുന്നത് എന്നതൊരു വലിയ ചോദ്യമാണ്. കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത, കേരളം ഇതുവരെ നേരിട്ടിട്ടില്ലാത്ത അത്രയും വ്യാപ്തിയുള്ള ഒരു ദുരന്തമായതുകൊണ്ട് തന്നെ ഇവിടുത്തെ പുനരധിവാസ പ്രവർത്തനങ്ങളിൽ, ഇവിടെ പുനർനവീകരണ പ്രവർത്തനങ്ങളിലൊക്കെ സത്യത്തിൽ ഒരു രാജ്യാന്തര ഏജൻസികളെ ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് അതിന് സമഗ്രവും ആധികാരികവുമായ രീതിയിലായിരിക്കണം അത് ഉണ്ടാകേണ്ടത് എന്ന ഒരു ആവശ്യം ഇവിടെ നാട്ടുകാരിൽ ചിലർ ഉന്നയിക്കുന്നുണ്ട്. കേരള സർക്കാരിന് ഇത്തരത്തിലുള്ള ദുരന്തം ഇതിനു മുൻപ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇത്തരം ദുരന്ത സാഹചര്യങ്ങളിൽ ഇനി പുനരധിവാസം അടക്കമുള്ള കാര്യങ്ങളിൽ കൃത്യമായ അതിന്റെ ഏകോപനം എങ്ങനെ വേണം എന്ന കാര്യത്തിൽ കൃത്യമായ ഒരു ആശയം ഇല്ലെങ്കിൽ അത് ഇത്തരത്തിലുള്ള രാജ്യാന്തര സംഘടനകളെയും അവരുടെയൊക്കെ ആശയങ്ങളെ കൂടി ഉൾച്ചേർത്തുകൊണ്ട് വേണം ഇത് പുനഃസൃഷ്ടിക്കാൻ എന്ന നിർദ്ദേശവും അവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. മാത്രമല്ല അനുജ, ഇതിനകത്ത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഏത് മേഖലയിലേക്കായിരിക്കും ഇനി ഇവരെ മാറ്റുക എന്നതാണ്. ദുരന്ത സാധ്യതാ മേഖലകൾ സംബന്ധിച്ച കാര്യങ്ങളിൽ അവരെ അവിടെ തുടരാൻ അനുവദിക്കുന്നത് ശരിയല്ല. മാത്രമല്ല കേരളത്തിൽ ഇതുപോലെയുള്ള പ്രദേശങ്ങൾ കണ്ടെത്തി അവിടെ ജനങ്ങൾക്ക് ഈ ദുരന്ത മുന്നറിയിപ്പ് നൽകാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുക, അവരെ ദുരന്ത സാധ്യതയുണ്ടെങ്കിൽ അവിടെ നിന്ന് മാറ്റിപ്പാർപ്പിക്കുക, അവർക്ക് പുനരധിവാസം ഉറപ്പാക്കുക. ഇപ്പോൾ ടൗൺഷിപ്പ് എന്ന ആശയമാണ് സർക്കാർ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. നമുക്കറിയാം, ജില്ലാ ഭരണകൂടം ഈ കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്, ഒരു സ്പെഷ്യൽ ഓഫീസറെ സർക്കാർ നിയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വേണ്ട പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ എങ്ങനെയായിരിക്കണം, എങ്ങനെയാണ് വയനാട്ടിലെ ഈ ദുരന്ത സാധ്യതാ മേഖലകളെയും ദുരന്ത ബാധിത മേഖലകളെയും എങ്ങനെയാണ് പുനഃസൃഷ്ടിക്കേണ്ടത്, ഇവിടുത്തെ ആളുകൾക്ക് തൊഴിലും ഉപജീവന മാർഗവും നഷ്ടപ്പെട്ട അവരുടെ ജീവിതത്തെ എങ്ങനെയാണ് കരുപിടിപ്പിക്കേണ്ടത് എന്ന കാര്യങ്ങളിലൊക്കെ ഒരു വലിയ ആലോചന ആവശ്യമാണ്. അതിലേക്ക് കാര്യങ്ങൾ എത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അനുജ, റീജിത്ത്. ശരി, KR ഗോപികൃഷ്ണനാണ് ചൂരൽമലയിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവച്ചത്. അവിടെ തെരച്ചിൽ നടക്കുന്നുണ്ട്, സാധ്യമായ സംവിധാനങ്ങളൊക്കെ അതിന് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. രാവിലെ 11 മണിക്ക് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു അടിയന്തര യോഗമുണ്ട്, അതിലേക്ക് കടക്കാൻ പോവുകയാണ് അവർ എന്നാണ് മനസ്സിലാക്കുന്നത്.